ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വിചാരണ വേഗത്തിലാക്കി കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനാവശ്യമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയെന്ന് മോദി എക്സിൽ കുറിച്ചു. എന്നാൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദം ശക്തമായതോടെ സിജെപിയുമായി ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കേന്ദ്ര സർക്കാർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. സൻസദ് മാർഗിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സിജെപിയുടെ നിലപാട്. അതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി VAR കാർത്തിക് ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും. കാർത്തിക്, എന്തൊക്കെയാണിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ? പ്രധാനമായും ഇന്ന് പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്കുള്ള സാധ്യത എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ? അതുപോലെ തന്നെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനാണോ സാധ്യത കൂടുതൽ? അനുശ്രീ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി പാർലമെന്റ് നടപടികൾ തുടർച്ചയായി സ്തംഭിക്കുകയാണ്. 4ാം ദിവസം പാർലമെന്റ് ചേരുന്നതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ അത് പരിഗണിക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിക്കും എന്നാണ് മോഡി എക്സിൽ കുറിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും, അവർക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കും. ഇതിനാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു എന്നും മോഡി എക്സിൽ കുറിക്കുന്നു. സ്വാഭാവികമായും പാർലമെന്റ് സെഷൻ ചേരുന്നതിന് തൊട്ട് മുൻപുള്ള മോദിയുടെ പ്രതികരണം, അതായത് ഒരു സമവായത്തിന് എല്ലാ സാധ്യതകളും കേന്ദ്ര സർക്കാർ തേടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. എന്തായാലും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളാകട്ടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല. അല്പം മുൻപും കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദീപ്കയുടെ പ്രതികരണവുമായി പുറത്തു വന്നത് ജന്തർ മന്ദറിലേക്ക് അവർക്ക്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ചർച്ചയ്ക്കായി എത്താം, എന്നാൽ അങ്ങോട്ട് പോയി ഒരു ചർച്ചയ്ക്കുമില്ല. ആ നിലപാടിൽ തന്നെയാണ് അവർ ഉള്ളത്. ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും കഴിഞ്ഞ ദിവസം ഇവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ചർച്ചയ്ക്ക് വഴി തുറക്കുമ്പോഴും അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലപാടാണ് കോക്രോച്ച് പാർട്ടി രാവിലെയും ആവർത്തിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുന്നു. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളും കടുപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കില്ല, പ്രവർത്തനം ഉണ്ടാകില്ല എന്നാണ് DMRCയുടെ റിലീസിൽ പറയുന്നത്. മാത്രമല്ല, സൻസദ് മാർഗിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ജന്തർ മന്ദറിൽ രാവിലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ അനുകൂലിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് യുവാക്കളും വിദ്യാർത്ഥികളും എത്തുന്നു. അവരുടെ പ്രതിഷേധങ്ങൾ അവിടെ തുടരുകയുമാണ്. പാർലമെന്റ് സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മാത്രമല്ല, ഒരു ചർച്ചകൾക്ക്, അനുനയ ചർച്ചകൾക്കുള്ള സാധ്യത ഇപ്പോഴും വിദൂരമായി തുടരുകയുമാണ്. അനുശ്രീ, ശരി. ജന്തർ-മന്ദറിൽ സിജെപിയുടെ പ്രതിഷേധം ഇന്നും തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. VAR കാർത്തികാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിൽ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.